ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഉപരിതല ഗതാഗത മേഖലയ്ക്കായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഹൈപ്പർലൂപ്പ്, കേബിൾ കാർ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുമായി പൊതുഗതാഗതം ഹൈടെക് ആകും. ചെലവ് 5000 കോടി രൂപ വരെ. ഹൈപ്പർലൂപ്പ് സംവിധാനങ്ങൾ, ഇലക്ട്രിക് റാപ്പിഡ് ട്രാൻസ്പോർട്ട്, 360-ലേറെ സ്ഥലങ്ങളിൽ റോപ്പ് വേ സൗകര്യം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലാണ് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുക. ഇതിൽ 60-ലേറെ പദ്ധതികളുടെ പണി പാതിവഴിയിലാണെന്നും നിതിൻ ഗഡ്കരി അറിയിക്കുന്നു. 200 കോടി മുതൽ 5000 കോടി രൂപ വരെയാണ് ഈ പദ്ധതിക്കായി വേണ്ടിവരുന്ന ചെലവ്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്താൽ നഗര ഗ്രാമ മേഖലകളിൽ ഗതാഗത സൗകര്യം വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. 2 വരി ദേശീയപാതകൾ 25,000 കിലോമീറ്ററോളം 4 വരി പാതയാക്കാനും പദ്ധതിയുണ്ട്. പ്രതിദിനം 100 കിലോമീറ്റർ റോഡ് രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. ഡൽഹി, ബംഗളൂരു പോലുള്ള നഗരങ്ങളിലായി മെട്രിനോ പോർട്ട് ടാക്സി, ഹൈപ്പർലൂപ്പ് സംവിധാനം, പില്ലർ ബേസ്ഡ് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ എന്നിവയുടെ പൈലറ്റ് പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. പ്രത്യേകം തയ്യാറാക്കിയ കുറഞ്ഞ മർദ്ദമുള്ള ട്യൂബുകളിലൂടെയുള്ള അതിവേഗ യാത്ര പദ്ധതിയായ ഹൈപ്പർലൂപ്പ് നഗരയാത്രകളെ മാറ്റിമറിക്കുമെന്നും ഗഡ്കരി അറിയിച്ചു. നാഗ്പൂരിലാണ് വൈദ്യുത ബസിന്റെ പദ്ധതി പരീക്ഷിക്കുന്നത്. 135 പേർക്ക് സഞ്ചരിക്കാവുന്ന AC ബസ്സായിരിക്കും ഇത്. മണിക്കൂറിൽ 120-125 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാവും. ഡീസൽ ബസ്സുകളെ അപേക്ഷിച്ച് 30% ചെലവ് കുറവാണെന്നതും മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്നതും ഗുണമാണ്. ടാറ്റ, ടയോട്ട, ഹ്യൂണ്ടായി, മഹീന്ദ്ര എന്നിങ്ങനെയുള്ള മുൻനിര വാഹന നിർമ്മാണ കമ്പനികൾ അടക്കം 11 കമ്പനികളാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിൻ നിർമ്മിക്കാനായി ധാരണയിലെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാട്സാപ്പിന് വെല്ലുവിളിയായി പുതിയ മെസ്സേജിംഗ് ആപ്പായ ബിറ്റ്ചാറ്റ്. ഇന്റർനെറ്റ് ആവശ്യമില്ലാതെ ചാറ്റ് ചെയ്യാമെന്നതാണ് ട്വിറ്റർ സഹസ്ഥാപകൻ ജാക്ക് ഡോർസി പുറത്തിറക്കിയ ആപ്പിന്റെ പ്രത്യേകത. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബ്ലൂടൂത്ത് അധിഷ്ഠിത മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണിത്. ഐഫോൺ ഉപയോക്താക്കൾക്ക് സ്വകാര്യവും വ്യത്യസ്തവുമായി ആശയവിനിമയം സാധ്യമാക്കുന്നതാണ് ബിറ്റ്ചാറ്റ്. നിലവിൽ ആപ്പിളിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് വഴി ബീറ്റയിൽ ലഭ്യമാണ്. ബീറ്റ വേർഷൻ ലോഞ്ച് ചെയ്ത ഉടൻ ബിറ്റ്ചാറ്റ് 10,000 ഉപയോക്താക്കൾ പരീക്ഷിച്ചു തുടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ബ്ലൂടൂത്ത്, ലോ എനർജി മെഷ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് ഈ ആപ്പിന്റെ പ്രവർത്തനം. വാട്സപ്പ്, ടെലിഗ്രാം അല്ലെങ്കിൽ സിഗ്നൽ പോലുള്ള നിലവിലുള്ള ചാറ്റിംഗ് ആപ്പുകളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഇന്റർനെറ്റ്, മൊബൈൽ നമ്പർ, അക്കൗണ്ട് ഇല്ലാതെ പോലും ഈ ആപ്പ് പ്രവർത്തിക്കുന്നു. ബിറ്റ്ചാറ്റ് പൂർണ്ണമായും ഒരു പിയർ ടു പിയർ ബ്ലൂടൂത്ത് അധിഷ്ഠിത സന്ദേശമയക്കൽ ആപ്പാണ്. ഇതിന് സെർവറുകളോ ക്ലൗഡ് സ്റ്റോറേജോ സെൻസർഷിപ്പോ ഇല്ലെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്റർനെറ്റ് കണക്ഷനോ നെറ്റ്വർക്ക് കവറേജോ ഇല്ലാതെ തന്നെ ഈ സാങ്കേതികവിദ്യ ഉപയോക്താക്കളെ നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് ഫോൺ നമ്പറോ ഇമെയിലോ ലോഗിൻ ആവശ്യമില്ല എന്നതാണ്. അതായത് ഉപയോക്താവിൻ്റെ ഐഡന്റിറ്റി പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ ട്രാക്കിംഗ്, ഡാറ്റാ മോഷണം എന്നിവയെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നവർക്ക് ഈ ആപ്പ് വലിയൊരു ആശ്വാസമാണ്. നിലവിൽ ബിറ്റ്ചാറ്റിൻ്റെ പരിധി പരിമിതമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. BSNL ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കുറവ്. മെയിൽ 1.5 ലക്ഷത്തോളം ഉപഭോക്താക്കളെയാണ് രാജ്യവ്യാപകമായി BSNL നഷ്ടമുണ്ടാക്കിയത്. അതേസമയം ജിയോയും എയർടെലും നേട്ടമുണ്ടാക്കി. BSNLന് മെയ് മാസത്തിൽ മാത്രം നഷ്ടമായത് 1,35,654 വരിക്കാരെയാണ്. നേട്ടമുണ്ടാക്കുന്നത് സ്വകാര്യ കമ്പനികളായ റിലയൻസ് ജിയോയും എയർടെലുമാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം മെയ്യിൽ റിലയൻസ് ജിയോ 27,66,000 വരിക്കാരെയും എയർടെൽ 2,75,621 വരിക്കാരെയും അധികമായി നേടി. BSNLനൊപ്പം വരിക്കാരെ നഷ്ടമായത് വോഡാഫോൺ ഐഡിയയ്ക്കാണ്. 2,74,103 പേരെ. കേരളത്തിൽ BSNLന് 87,68,584 മൊബൈൽ വരിക്കാരും 12,08,389 വയർലൈൻ വരിക്കാരുമുണ്ട്. 17,758 ഉപഭോക്താക്കൾ BSNL കണക്ഷൻ ഉപേക്ഷിച്ചു. 46,054 വരിക്കാരെ വയർലൈനിലും നഷ്ടമായി. നിലവിലെ വയർലെസ് കണക്ഷനിൽ BSNL ഉള്ളത് 7.82%. റിലയൻസ് ജിയോയ്ക്ക് 40.92%, എയർടെലിന് 33.61%, വോഡാഫോണിന് 17.61%. വയർലൈനിൽ ജിയോയ്ക്ക് 37.44% കണക്ഷനുള്ളപ്പോൾ 26.65%വുമായി എയർടെലാണ് രണ്ടാമത്. BSNLന് 19.59% മാത്രം. ബ്രോഡ്ബാൻഡ് രംഗത്താകട്ടെ 50.72% കണക്ഷനുമായി ജിയോ മുന്നിലാണ്. BSNLനുള്ളത് വെറും 3.52% മാത്രമാണ്. എയർടെലിന് 30.99%, വോഡാഫോണിന് 12.99%മാണ് വരിക്കാർ. സ്ഥിരം ജീവനക്കാരുടെ കുറവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും BSNL 4G നേരിടുന്ന പ്രതിസന്ധിയുമാണ് BSNLനെ തകർത്തത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയ്ക്ക് ഈ വർഷം രണ്ടാം പാദത്തിൽ തിരിച്ചടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ 13.5% കുറവാണുള്ളത്. ആഗോള വാഹന വിൽപ്പനയിൽ പ്രതിവർഷം ഇടിവ് രേഖപ്പെടുത്തി അമേരിക്കൻ വാഹന ബ്രാൻഡായ ടെസ്ല. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ടെസ്ല 3.84 ലക്ഷം യൂണിറ്റുകൾ വിറ്റു. ഇത് ആദ്യപാദത്തേക്കാൾ 14% കൂടുതലാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഇതേ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ 13.5% കുറവാണിത്. ടെസ്ലയുടെ മൊത്തം വിൽപ്പനയിൽ ഏറ്റവും ഉയർന്ന പങ്ക് മോഡൽ 3യും മോഡൽ Yയുമാണ്. 2025 രണ്ടാം പാദത്തിൽ കമ്പനി ഈ രണ്ട് മോഡലുകളുടെയും 3.73 ലക്ഷം യൂണിറ്റുകൾ വിറ്റു. ഇത് മൊത്തം വിൽപ്പനയുടെ 97.3%. കഴിഞ്ഞ വർഷം ഇത് 95.2%. മറുവശത്ത് ടെസ്ലയുടെ പ്രീമിയം പ്രത്യേക വാഹനങ്ങളായ മോഡൽ എസ്, മോഡൽ എക്സ്, സൈബർ ട്രക്ക് സെമി എന്നിവയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞു. ഈ വിഭാഗത്തിൽ കമ്പനിക്ക് 10,394 യൂണിറ്റുകൾ മാത്രമേ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇത് 21,551 യൂണിറ്റായിരുന്നു. 2025 ആദ്യ 6 മാസങ്ങളിൽ ടെസ്ല ആകെ 7.20 ലക്ഷം വാഹനങ്ങൾ വിതരണം ചെയ്തു. ഇത് 2024 ആദ്യ പകുതിയിലെ 8.30 ലക്ഷം യൂണിറ്റുകളെക്കാൾ വളരെ കുറവാണ്. ചൈനീസ് ഓട്ടോ കമ്പനികളിൽ നിന്ന്, പ്രത്യേകിച്ച് BYDയിൽ നിന്ന് ടെസ്ല കടുത്ത മത്സരം നേരിടുന്നു. ഈ വർഷം രണ്ടാം പാദത്തിൽ BYD 6.06 ലക്ഷം ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചു. ഇത് ടെസ്ലയേക്കാൾ വളരെ കൂടുതലാണ്. ഇതിനു പുറമെ ടെസ്ല CEO ഇലോൺ മസ്ക് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ബ്രാൻഡിന്റെ ജനപ്രീതിയെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെറു SUVക്ക് പുതിയ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മഹീന്ദ്ര. 8.94 ലക്ഷം രൂപ മുതലാണ് ഇവയുടെ വില. ചെറു SUV, XUV3, XOK പുതിയ വേരിയന്റുകൾ അവതരിപ്പിച്ച് മഹീന്ദ്ര. റേവ് എക്സ് എന്ന് പേരിട്ടിരിക്കുന്ന 4 മോഡലുകളാണ് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. പെട്രോൾ എഞ്ചിനോടെ മാത്രമാണ് പുതിയ മോഡലുകൾ ലഭിക്കുക. റേവ് എക്സ് M മോഡലിന് 8.94 ലക്ഷം രൂപയും, റേവ് എക്സ് M ഓപ്ഷണൽ മോഡലിന് 9.4 ലക്ഷം രൂപയും, റേവ് എക്സ് A മാനുവലിന് 11.79 ലക്ഷം രൂപയും, റേവ് എക്സ് A ഓട്ടോമാറ്റിക്കിന് 12.99 ലക്ഷം രൂപയുമാണ് വില. ഡിസൈനിലും ഫീച്ചറുകളിലും ചെറിയ മാറ്റം വരുത്തിയാണ് പുതിയ മോഡലിനെ മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. മാനുവൽ മോഡിൽ 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. പുതിയ മോഡലിന്റെ എക്സ്റ്റീരിയറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡ്യുവൽ ടോൺ നിറങ്ങളിലും വാഹനം ലഭിക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത. റേവ് എക്സ് ബാഡ്ജിംഗ്, ഡ്യുവൽ ടോൺ റൂഫ്, ബോഡി കളർ ഗ്രിൽ, 16 ഇഞ്ച് വീലുകൾ, ഗ്രേ, ടാങ്കോ റെഡ്, നെബുല ബ്ലൂ, എവറസ്റ്റ് വൈറ്റ്, സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നീ 5 നിറങ്ങളിൽ റേവ് എക്സ് സീരീസിന്റെ 3 മോഡലുകളും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.